സ്കൂളിലേക്ക് പോണ എല്ലാ കുട്ടികൾക്കും പറ്റിയൊരു സംഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതെന്ന് വെച്ചിട്ടുണ്ടോ എന്തപ്പോൾ ഇത് കിളീൻ്റെ തീറ്റയൊക്കെ കൊണ്ടാണോ സ്കൂളിൻ്റെ കുട്ടികൾക്കുള്ള സംഭവം ഉണ്ടാക്കണത്. സംഭവം വരല്ല, ഈ ഒരു സംഭവമാണ് വേണ്ടത്. ഈ ഒരു ഇതിന് നോക്കിയപ്പം ഇതിൻ്റെ ഈ സാധനം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കൊണ്ടുപോയി വേറെ മാറ്റിക്കൊണ്ടുവന്നു. വേറെ തന്നെ ഇത് വേറെ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇവിടെ കിളീൻ്റെതാണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേമാതിരി ഇങ്ങനെ നമുക്കിങ്ങനെ കുടുക്കിയിട്ട് വെക്കാൻ പറ്റിയ ഈ ഒരു ടൈപ്പ് സംഭവമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഇത് ഞാൻ ഫസ്റ്റ് ഇതാക്കിയപ്പം ഞാൻ ഇങ്ങോട്ട് വലിച്ചു പോയി, അതുകൊണ്ട് അതിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പോരാത്തൊരു ഭാഗം ഇതേമാതിരി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്തോ പറയുന്നത് എനിക്കറിയാം, പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉരുക്കുമ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എൻ്റെ കൈയൊക്കെ രണ്ടട്ടം പൊള്ളി. പിന്നെ ഞാൻ ഇതിനുള്ള ചേരാൻ കണ്ടു ഇതേപോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഇത് കുറേ പൊന്തിയിട്ടും താന്നിട്ടൊക്കെയാണ്. എൻ്റെ കൈ കുറേ പൊള്ളിയോണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഉരുക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒട്ടുള്ളൂ. അത് 2-3 വട്ടം അങ്ങനെ ചെയ്താൽ മാത്രമേ കേട്ടോ. നമുക്ക് വേണ്ട ലെങ്ത്ത് എടുത്തിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ എടുക്കണം, എന്നാലാണ് ആ ഉരുകുമ്പോൾ കുറേ മുകളിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് ലെങ്ത്ത് കുറയും. അപ്പം ഞാൻ ഉദ്ദേശിച്ച ലെങ്ത്ത് ഏകദേശം ഇത് തന്നെയായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇതേമാതിരി ഇത് പൊതിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അതിനുള്ള ഇങ്ങനെയാണ്. പക്ഷെ ഇതിങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഭംഗിയൊന്നുമില്ല എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഒരു കണ്ണും മൂക്കും ഒരു വായൊക്കെ പിന്നെ നമുക്ക് നിർബന്ധമാണ്. ഇതേമാതിരി ഇതിപ്പം ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായി തോന്നി. അപ്പം നമ്മളൊരു പൗച്ചാണ് ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. അത്യാവശ്യം എനിക്ക് നല്ലൊരു ഇതായി. പിന്നെ പശയൊക്കെ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഫെവിഗ്ലൂ ഒക്കെ മൊത്തത് കഴിഞ്ഞുണ്ടായിരുന്നു, കൈയിട്ട് കോരിയെടുത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കണ്ണും മൂക്കും വായൊക്കെ. അപ്പം നല്ല സെറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉള്ളൊക്കെ തുറന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അധികം അങ്ങോട്ട് സാധനങ്ങൾ വയ്ക്കാനില്ല. വലിയ കുറച്ചും കൂടി തടിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വീതിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി രസമുണ്ടാവും. നീളം വീതിയൊക്കെ, നീളം നമുക്ക് അധികം വേണ്ട, വീതിയും കുറച്ച് തടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ വെക്കാൻ കഴിയായിരുന്നു. ഇവിടെ പിന്നെ കുറേ തീറ്റൻ്റെ സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചപ്പം പെട്ടെന്ന് ഇപ്പോൾ പ്രിൻട്രസ്റ്റിലൊക്കെ ഈ സംഭവം കുറച്ച് വൈറലായി കണ്ടപ്പം പിന്നെ ഞാൻ വേഗം ഉണ്ടാക്കി നോക്കിയതാണ്. യൂട്യൂബിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നത്. ഞാൻ കണ്ടതിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയായിരുന്നു ഞാൻ അതൊക്കെ ഉണ്ടാക്കിയത്. വളരെ സുഖമാണ് സംഭവം. ഇതുണ്ടോ, ഇനി നമ്മൾ പെൻസിലൊന്നും വെക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ പൗച്ചില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി, അടിപൊളിയായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടേക്കാം. കുറച്ചും കൂടി ഭംഗിയാക്കിയാൽ മതി എന്നുള്ളൂ. അപ്പം നല്ല ഭംഗി കാണും. ഈ നമുക്ക് വേണമെങ്കിൽ നല്ല ഗിഫ്റ്റ് പേപ്പറിൻ്റെ പകരം നല്ല റാപ്പിംഗ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ചുമരുമല കുട്ടിക്കുന്ന ആ ഒരു പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പം